എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു 20 പേർക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് 2 കിലോ ബസ്മതി റൈസാണ് എടുക്കുന്നത്. ഓരോ കിലോയുടെ ഓരോ പാക്കറ്റ് അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നീളമുള്ള ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. തലശ്ശേരി ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സാധാരണയായിട്ട് ഇതുപോലെ ചെറിയ അരിയാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ബിരിയാണി അരി കിട്ടാത്തവർക്ക് ഇതുപോലെ നീളമുള്ള ബസ്മതി റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്ന തരത്തിലുള്ള അരി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല അരിയാണ്. പാക്കറ്റിന് മുകളിലായിട്ട് ഏജ്ഡ് റൈസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ ആ പഴക്കവും എത്രയാണെന്നും എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 കിലോ അരിക്ക് 3.5 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 3 കിലോ എടുത്താലും മതി. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ മുറിക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് ബിരിയാണിയിലേക്ക് വേണ്ടത് ഏകദേശം 200-250 ഗ്രാം ഇഞ്ചിയാണ്. എരിവിനനുസരിച്ച് പച്ചമുളകും എടുക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഇത്ര അളവ് എടുത്തിരിക്കുന്നത്. എരിവ് കുറവുള്ളതാണെങ്കിൽ ഇതിലും കൂടുതൽ അളവിലെടുക്കണം. ഇത് 3 വെളുത്തുള്ളി മുഴുവനുണ്ട്. വെളുത്തുള്ളിയുടെ വലിപ്പം അനുസരിച്ച് 3-4 എണ്ണം എടുക്കാം. 8-10 സവോള എടുക്കാം. കുറച്ചധികം മല്ലിയിലയും 1 കെട്ട് പുതിനയിലയും കൂടെ എടുത്തിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും പല പ്രാവശ്യമായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അരച്ചെടുത്ത് വെക്കണം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം വേണം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം ഒന്ന് അരച്ചെടുത്താൽ മതി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത് പകുതി എടുത്തൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളത് മിക്സിയിൽ ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള കൂട്ടാണ്. ചിക്കൻ ഇവിടെ ഇളക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരച്ച കൂട്ടിൻ്റെ പകുതി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല, പെരിഞ്ചീരകം, ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇത്രയും സാധനങ്ങൾ ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് ജാതിപത്രി, ജാതിക്ക, സാജീരകം ഇത്രയും സാധനങ്ങൾ കൂടെ ചേർത്ത് പൊടിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഒരുപാട് ചേരുവകൾ ചേർക്കാത്ത ഗരം മസാലയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. 1/4 നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ചേരുവകളൊക്കെ ചിക്കനിൽ പുരട്ടി ഒരു അരമണിക്കൂർ വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും. രണ്ടാമത്തെ സെറ്റിലും ആദ്യത്തെ സെറ്റിൽ ചെയ്തതുപോലെ കൂട്ടുകൾ ചേർത്തൊന്ന് തിരുമ്മി വെക്കാം. അടുത്തതായിട്ട് വേണ്ടത് ഇതിലേക്ക് വേണ്ട സവോള ചെറുതായിട്ട് മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. വളരെ കനം കുറച്ചിവിടെ സവോള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും എടുത്തു വെച്ചിട്ടുണ്ട്. നെയ്യും ഡാൽഡയും ഒരേ അളവിലെടുത്തിട്ടാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിന് പകരമായിട്ട് 6 kg ഉള്ളവർക്ക് 6 kg ഉപയോഗിച്ച് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഡാൽഡയും നെയ്യും ഒരേ അളവിലിവിടെ ഒരു പാനിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഉരുക്കി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേറൊരു നോൺ സ്റ്റിക്ക് പാനിലും കൂടെ ഇതേ അളവിൽ തന്നെ നെയ്യും ഡാൽഡയും ആക്കി കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഇത്രയും ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ 2-3 പാനിലായിട്ട് വറുത്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ബിരിയാണി റെഡിയാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കാഷ്യൂ നട്ട്സിൻ്റെ കളറ് മാറുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ഇതുപോലെ ചെറുതായിട്ട് വീർത്ത് വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കരിഞ്ഞു കഴിയുമ്പോഴേക്ക് കാഷ്യൂ നട്ടിൻ്റെയും കിസ്മിസിൻ്റെയൊക്കെ ടേസ്റ്റ് അങ്ങ് മാറി വരും. കാഷ്യൂ നട്ട്സ് കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കനം കുറച്ചരിഞ്ഞിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സവോളയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സവോള പെട്ടെന്ന് വറുത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതുപോലെ സവോള വറുത്തെടുക്കുന്നതിന് ബിസ്ത എന്നാണ് പറയുന്നത്.
ചിക്കൻ ഇവിടെ ഏകദേശം ഒരു 1/4 ഭാഗം വറന്നു വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വേകുന്നത് വരെ ഒന്ന് വറക്കുന്നുണ്ട്. അടുത്തതായിട്ട് ബിരിയാണിക്ക് വേണ്ട അരി ഒന്ന് അളന്നെടുക്കുന്നുണ്ട്. അരി അളന്നെങ്കിൽ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഏകദേശം 1 ലിറ്ററിൻ്റെ കപ്പിൽ 3 കപ്പ് അരിയാണ് 2 കിലോ അരി അളന്നപ്പോൾ കിട്ടിയത്. ഈ അരി 1-2 പ്രാവശ്യമായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ സമയമായപ്പോഴേക്ക് നേരത്തെ വറക്കാൻ വെച്ചിരുന്ന സവോള ഒരുവിധം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ സവോള കോരിയെടുക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇതിനി ഇരുന്ന് ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് വരും. സവോള വറുത്ത എണ്ണയിലേക്ക് കുറച്ച് ചിക്കനും കൂടെ വറക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു വലിയ ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന അരിയിട്ട് ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഗരം മസാലയും ചേർത്ത് വറുത്തെടുത്തതിന് ശേഷം അരി വേവിക്കുകയാണെങ്കിൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അരി മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് അരി വേകാനുള്ള വെള്ളം വേറൊരടുപ്പത്ത് വയ്ക്കാം. ഇവിടെ ഒരു വലിയ കപ്പിൽ 3 കപ്പ് അളവിലായിരുന്നു അരി അളന്നെടുത്തത്. അതേ കപ്പിൽ തന്നെ 6 കപ്പ് വെള്ളം ഇവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏറ്റവും കുറച്ച് ഗരം മസാല ചേർത്തിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. ഇതിലേക്ക് ജാതിപത്രിയോ ജാതിക്കായോ തക്കോലവോ ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയമായപ്പോഴേക്ക് ബിരിയാണിക്ക് വേണ്ട ചിക്കൻ എല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് സവോളയും ബാക്കി ചേരുവകളും കൂടെ വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചതിൻ്റെ ബാക്കി പകുതി മാറ്റി വെച്ചതാണ്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കൂട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തെങ്കിൽ മാത്രമേ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം ബാക്കി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയമായപ്പോഴേക്ക് ബിരിയാണിക്ക് വേണ്ട വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ വെള്ളം ഞാനിവിടെ ഒരു വലിയ ബിരിയാണി ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് വറുത്തെടുത്ത അരിയും ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇതുപോലെ കുറച്ച് കൂടുതൽ അരി വേവിക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ വേണം വേവിക്കാൻ. ചെറിയ പാത്രമാണെങ്കിൽ അരി വെന്ത് കുഴഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. വലിയ പാത്രമില്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരി വേവിച്ചെടുത്താൽ മതി. ഈ സമയമായപ്പോഴേക്ക് സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2-3 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട, പെരിഞ്ജീരകം ഇത് മാത്രമായിട്ട് പൊടിച്ച മസാലയാണ്. ഇതുപോലെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഗരം മസാല പൊടിക്കുമ്പോൾ കുറച്ച് ജാതിപത്രിയോ ജാതിക്കായോ സാജീരകമോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് മസാല ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്കുള്ള കളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കുങ്കുമപ്പൂ ചേർക്കുന്നത് താല്പര്യമുള്ളവർക്ക് കളറിന് വേണ്ടിയിട്ട് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. ചേർത്തിരിക്കുന്ന പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 4 തക്കാളിയും കൂടെ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഈ തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ചേരുവകളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്തിരിക്കുന്ന തക്കാളി നന്നായിട്ട് വെന്തുടയുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വഴറ്റിയെടുത്ത ഗ്രേവിയുടെ പകുതി ഈ പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് 2ആയിട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം കുറച്ച് സമയം അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഈ സമയത്ത് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഗ്രേവിയും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടണം. വീഡിയോയുടെ നീളം കൂടുന്നതുകൊണ്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് വീഡിയോ എടുത്ത് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഇത്രയുമായിട്ട് കാണിക്കുന്നത്. ഈ സമയമായപ്പോഴേക്ക് ബിരിയാണിക്കുള്ള റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് വേവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി അടച്ചു വെക്കുന്നില്ല. അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒന്നും കൂടി ഒന്ന് വെന്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടിത് തുറന്ന് തന്നെ വെക്കുകയാണ്.
ഇനി നമുക്ക് ബിരിയാണി എങ്ങനെ ദം ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് സവോള വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏറ്റവും ഈസി ആയിട്ട് ബിരിയാണി ദം ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. വേറെ ഒരു രീതിയിലും കൂടെ ബിരിയാണി ദം ചെയ്തെടുക്കാം. ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് വേവിച്ച അരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് ചിക്കൻ നിരത്തി വെക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില, പുതിനയില, വറുത്തെടുത്ത സവോള, കുറച്ച് കാഷ്യൂ നട്ട്സ് ഇവ ഇട്ടതിന് ശേഷം വീണ്ടും വേവിച്ചെടുത്ത അരി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദം ചെയ്തെടുക്കുക. ഞാനിവിടെ 2 രീതിയിലും ദം ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ദം ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഈ ചോറിന് മുകളിലായിട്ട് ഇട്ടതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമുക്ക് ഇത് ദം ചെയ്തെടുക്കാം. ദം ചെയ്യുമ്പോൾ ദം ചെയ്യുന്ന പാത്രത്തിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ആട്ട കൊഴിച്ചതും കൂടെ ആക്കിയതിന് ശേഷം അടച്ചു വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാൻ പറ്റും. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദം ചെയ്തെടുക്കുക. ഞാനിവിടെ 2 രീതിയിലും ദം ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ദം ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. കൂടുതൽ അളവിൽ ബിരിയാണി ഉണ്ടാക്കേണ്ടവർ ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.